പറഞ്ഞില്ല ഷൈജു ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഞാൻ ട്രാൻസ്പോർട്ടിലാണ്, KSRTC ഇവിടെ പാറശാല ഡിപ്പോയിലെ മെക്കാനിക്കാണ്. പേരുണ്ടോ കൂടെ കളിക്കാൻ? ഏതാ പാട്ട്? ഏതാണ് പാട്ട് മറന്നു പോയി. ഡാൻസ് അറിയാല്ലേ? അഭ്യുതകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ പാറശാല തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പാറശാല പരശുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പരശുവയ്ക്കൽ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഒരു ക്ഷേത്രമാണ്, ദേവീക്ഷേത്രമാണ്. പൊന്നംകുളം ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇത് ഹൈവേയോട് ചേർന്നുള്ള ഒരു സ്ഥലം തന്നെയാണ്. കരമന കളയിക്കാവുള്ള ഇതാണ്, മെയിൻ റോഡാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്, പരശുവയ്ക്കൽ ദേവീക്ഷേത്രം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാഴ കർഷകനുണ്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഇവിടെ അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് അടുത്ത് പോകുന്നിടത്തൊരു കർഷകനുണ്ട്. ആ കർഷകനോട് കൂടെ കണ്ടിട്ട് നമുക്കൊന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വാഴ കർഷകനാണ്. അപ്പോൾ നമുക്ക് പറ്റിയാൽ അദ്ദേഹത്തെയും കൂടെ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ നമുക്ക് സാധാരണ കർഷകരെയൊക്കെയാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. എങ്കിലേ നമുക്ക് കർഷകരെയൊക്കെ നമുക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. കർഷകരുടെ ആവശ്യങ്ങൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ കർഷകരെ എല്ലാവരെയും നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ തന്നെ അവരെ നിർത്തേണ്ടതിൻ്റെ ആവശ്യകത അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും കർഷകരെയൊക്കെ കാണാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഏതാനും കർഷകരിൽ നിന്ന് തന്നെ നമുക്ക് യഥാർത്ഥ കർഷകൻ്റെ അവസ്ഥ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അപ്പോൾ ഒരാൾ പറയുന്നതും 9 പേര് പറയുന്നതും തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം 9 പേരും ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് ആ ഒരു വിഷയത്തെ നമ്മൾ പരിഹരിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട്, കേരളത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരെ നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് വേണ്ട പ്രാധാന്യവും ആ ഒരു വാല്യൂ ഒക്കെ നമ്മളായിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ കർഷകർക്ക് കൊടുക്കേണ്ട ആ ഒരു വാല്യൂ കൊടുത്താലേ കർഷകരുടെ പ്രതിസന്ധികളിൽ നിന്നൊരു മാറ്റം, ഒരു മോചനം അവർക്കുണ്ടാകത്തുള്ളൂ. അപ്പം വരും തലമുറയിലുള്ള യുവാക്കൾക്കാണെങ്കിലും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെയും സർക്കാർ ലെവലിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിന്നാണെങ്കിലും സർക്കാർ ലെവലിൽ നിന്നാണെങ്കിലും അവർക്ക് അവരുമായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ കർഷകരെയൊക്കെ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കർഷകരെയായിട്ട് കുറച്ച് നേരമെങ്കിലും അവരോട്ട് ചിലവഴിക്കുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ കർഷകരെയൊക്കെ സമീപിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരിശ്രമിച്ചിട്ടൊക്കെയാണ് ഈ കർഷകരെ എനിക്ക് കാണാൻ സാധിക്കുന്നതിനെ. പങ്ങളുടെ ഇവിടെ ഒരു കർഷകനുണ്ട്, നമുക്ക് അദ്ദേഹത്തെ കാണാം. ഇപ്പോൾ ഇത് ബസ് വരുന്നു, എൻ്റെ അടുത്തുള്ള പരിപാടിയാണ് കേട്ടോ. ദേവീക്ഷേത്രത്തിൻ്റെ കവാടമാണ്. അപ്പോൾ നമ്മൾ ദേവീക്ഷേത്രത്തിൻ്റെ കവാടത്തിന് ഹൈവേയോട് ചേർന്നുള്ളതാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹൈവേയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഈ പരശുവയ്ക്കലുള്ള ജംഗ്ഷനാണ് ഇത്. ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും എല്ലാം ഉള്ള ഒരു ജംഗ്ഷനാണ് ഇത്. പാറശാല പഞ്ചായത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ പരശുവയ്ക്കൽ എന്ന് പറയുന്നത്. ഹൈവേയിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത്. ഹൈവേയിൽ നിന്നിട്ടാണ്, ഡേഞ്ചർ പ്ലേസുകളാണ് നമ്മളെടുക്കേണ്ടത്. ഇവിടെ അമ്മാദേവി ലോട്ടറീസ് ഏജൻസീസ്, പഴവർഗ്ഗങ്ങളും ലോട്ടറി എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ഇനി കർഷകൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നത്. ക്ഷേത്രക്കുളം എന്താണ്, ആ കുളത്തിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോകുന്ന റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് കണ്ടത്, വലത്തെ സൈഡിലേക്ക് ഉള്ള റോഡാണ് പറയുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് വിളിച്ചു നോക്കിയിട്ട് പോകുന്നതായിരിക്കും. CSI ടവർ, ചർച്ച്. ഇവിടെ നമുക്ക് തണലത്ത് എവിടെയെങ്കിലും നിന്നിട്ടൊന്ന് അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഇതും ക്ഷേത്രവും ഹൈവേ റോഡിൽ നിന്ന് ഇങ്ങോട്ടും വലത്തോട്ട് തിരിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കാണുന്നൊരു കുളമാണ്, പുല്ലെല്ലാം പിടിച്ചുടക്കുന്നത്. ആ ക്ഷേത്രത്തിന്, ദേവീക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഒരു കുളമാണ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വയൽ കിടക്കുകയാണ്. എന്നൊക്കെ നല്ല ആഴമുള്ള കുളമാണ്. കൽപ്പടവുകളൊക്കെ കാണാം. യഥാർത്ഥ ആളെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ പരിസരത്ത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. വരുന്നത് കഥാനായകനാണെന്ന് തോന്നുന്നു. സ്കൂട്ടറിൽ വരുന്നത് ആളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് എന്നോട് കഥാനായകൻ. നമുക്ക് അദ്ദേഹത്തിനോട് പോവാം. എനിക്ക് വഴി ഒരല്പം കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് നമ്മുടെ കഥാനായകനെ വിളിച്ചത്.
കോൺടാക്ട് ചെയ്തപ്പോൾ നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് എങ്ങോട്ട് പോയി കഥാനായകൻ അതാ എത്തിയിരിക്കുകയാണ്. നമ്മളെ അങ്ങനെ കഥാനായകൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. നമ്മൾ ഇന്നത്തെ ദിവസം ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്. പേരെന്തുവാണ്? ഷാജു. നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന റോഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഷാജു ആണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഷാജു വളരെ പോസിറ്റീവ് വൈബുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ധാരാളം കർഷകരെ കണ്ടു. പക്ഷേ അതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മൈൻഡൊക്കെ ഉള്ള ഒരു നല്ലൊരു കർഷകനെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൃഷിയൊക്കെ ഷാജു ചെയ്തിട്ടുണ്ട്, അല്ലെ വൃത്തിയായിട്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഓണപ്പരുവത്തിനുള്ള കൃഷി രീതിയിലാണ് ഷാജുവിടെ വാഴക്കൃഷികളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ സമ്മിശ്ര കൃഷി രീതിയാണ് ഷാജുവിനുള്ളത്. പിന്നെ പശുവുണ്ട്, ഇച്ചിരി മീനുണ്ട്, ഇച്ചിരി വാഴയുണ്ട്, അല്പം കപ്പയുണ്ട്. അങ്ങനെ സമ്മിശ്ര കൃഷി രീതിയിൽ ഒരു കംപ്ലീറ്റ് കർഷകൻ എന്ന് പറയാം. എങ്കിലും അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അത് അദ്ദേഹം തന്നെ വഴിയെ പറഞ്ഞോളും. അപ്പോൾ അത് അദ്ദേഹത്തിന് നമുക്ക് ഈ കൃഷിയൊക്കെ ഒന്ന് കാണാം. നല്ല സ്മാർട്ടായിട്ടൊക്കെ അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓണം പരുവത്തിന് കൃഷി ചെയ്താണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് ഇവരെപ്പോലുള്ളവരൊക്കെ ആയിട്ട് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഒരുപാട്ടേക്ക് നമുക്ക് ഇടപഴകി അങ്ങനെ ഒരു സന്തോഷത്തോടെ നമുക്ക് യാത്ര ചെയ്ത് പോകാം അല്ലേ? അങ്ങനെയല്ലേ? ശരിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അത് കാണാം അല്ലേ? ഷാജുവിന് എന്താണോ വാഴയെക്കുറിച്ചുള്ള അറിവ് അത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കണം. അപ്പോൾ ആ രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് കപ്പ വാഴയാണോ അല്ലേ? കപ്പ വാഴ ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് കപ്പ വാഴ കണ്ടിരിക്കുന്നത്. ഷെയ്ഡ് ആകുമ്പം കപ്പ വാഴ ഏത്തൻ അത്രത്തോളം ഉണ്ടാകുന്നില്ല. പല പ്രാവശ്യം നട്ടപ്പോഴും പരാജയപ്പെട്ടു. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ഏത്ത വാഴ ഉണ്ടാകത്തുള്ളൂ, നേന്ത്രൻ ഉണ്ടാകത്തുള്ളൂ. നേന്ത്രനാകുമ്പോൾ ലാഭം കൂടുതൽ നേന്ത്രനാണ്. പക്ഷേ ഏത്തനേക്കാളും കപ്പ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലം, ഒരു വർഷം കറക്റ്റ് വേണം. 12-13 മാസം വേണം ഈൽഡ് കിട്ടാൻ വേണ്ടി. മറ്റേത് 9 മാസത്തെ ഈൽഡ് കിട്ടും. കർഷകർ പ്രധാനമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് വിത്ത്, നല്ല ഇനം വിത്ത് വാങ്ങണം. വിത്ത് വാങ്ങണതിൽ നമ്മുടെ അലംഭാവമോ അല്ല, നല്ല ഇനം വിത്ത്. ഇത് വാങ്ങിയതെല്ലാം തമിഴ്നാട്ടിലുള്ള വിത്താണ്, പാറശാല ഇനമായ. പിന്നെ കൃഷി ഓഫീസർ നല്ല രീതിയിലുള്ള സപ്പോർട്ട്, പാറശാല കൃഷി ഓഫീസർ നല്ല രീതിയിൽ നമ്മുടെ വിത്ത് തിരഞ്ഞെടുക്കണം മുതൽ മണ്ണ് പരിശോധിച്ചിട്ട് മാത്രമേ കൃഷി ചെയ്യാവൂ. ചില അളവിൽ കുമ്മായ ഇടണം. അതെല്ലാം കൃഷി ഓഫീസറുടെ നിർദ്ദേശമുണ്ട്. പിന്നെ ഫീൽഡ് അസിസ്റ്റന്റ് സീന, അവരും നല്ല രീതിയിൽ നമ്മളെ ഇതുവരെ സപ്പോർട്ടീവാണ് എല്ലാ രീതിയിലും. ഇതാണ് എൻ്റെ കൃഷിയിടം. ഏകദേശം 2000 മൂട് ഏത്തൻ ഉണ്ട്, നേന്ത്രൻ. കപ്പ വാഴയൊക്കെ അല്പം തണലത്തായാലും കുഴപ്പമില്ല, ചെറിയ ഷെയ്ഡ് അതുകൊണ്ടാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് ഷെയ്ഡ്. അത് വലിയൊരു നല്ലൊരു അറിവാണ്. ഇതിപ്പോൾ ഇതിനകത്തേക്ക് കയറാം. കൃഷിയിടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കരിയില അറുത്ത് മാറ്റി ചൂടൊന്ന് താങ്ങാൻ വേണ്ടി ഇപ്പോൾ ഉടനെ തന്നെ അറുത്ത് വൃത്തിയാക്കും. മഴ തുടങ്ങി വേനൽക്കാലം ആകുമ്പോൾ ഇത് ഇലയൊക്കെ ഒടിഞ്ഞിരിക്കുന്നത് അറുത്ത് മാറ്റാന്ന് വെച്ചാൽ ചൂടൊന്ന് വാഴയ്ക്ക് സപ്പോർട്ടിങ് ആയി വേറെ വൃത്തിയാക്കി നിർത്തണമെന്നാണ് എൻ്റെ അത്. പക്ഷേ വേനലായതുകൊണ്ടാണ് കരിയില അറക്കാത്തത്. ഇനി കരിയില മൊത്തം അറുത്ത് വൃത്തിയാക്കും. അടുത്ത മഴ വരുന്നു, അതിന് മുമ്പ് കരിയില മൊത്തം അറുത്ത് വൃത്തിയാക്കി. അപ്പം പുഴുക്കളൊന്നും, ഒരു വാഴയ്ക്കും പുഴുക്കളൊന്നും കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം ഇതിൻ്റെ അടുത്ത തവണ കന്നുകൾ, ഈ കന്നുകൾ നിർത്തുന്നത് പീലി കന്ന് മാത്രമേ നിർത്തുള്ളൂ. ഒരു കന്ന് നിർത്തി ഒരു പ്രാവശ്യം കൂടെ ഇതിൻ്റെ ഈൽഡ് കിട്ടും. ഒരു പ്രാവശ്യം കൂടെ കന്ന് തന്നെ നിർത്തിയിരിക്കും. അപ്പം ചിലവ് കുറച്ച് കുറയും. നമുക്ക് ചിലവ് കുറയ്ക്കുക. അത് അല്ലാതെ ഈ പീലിക്കന്ന് പറയുന്നത്, പീലിക്കന്ന് വെച്ചാൽ കൊല വരുന്നതിന് ചെറിയ കന്ന്, കൊച്ചു കന്നായിട്ട് വരും. ഇതാണ് പീലിക്കന്ന്. ഈ കന്ന് പീലിക്കന്ന് അത് നിർത്തും. ബാക്കിയുള്ള കൊല ആ സൈഡിലാണ് കൊല വരുള്ളൂ. കൊല വരുന്ന ആ സൈഡായിരിക്കും. ബാക്കിയുള്ളത് കളയും. അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് വേറെ ആർക്കും നടാൻ വേണ്ടിയോ അല്ല. ഏറ്റവും നല്ലത് പീലിക്കന്നാണ്. എന്നുവെച്ചാൽ നല്ല കൊല കിട്ടാൻ വേണ്ടിയുള്ള പീലിക്കന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കൊലയുടെ സൈഡ് വരുന്ന കന്നാണ്. കൊലയുടെ സൈഡ്, കൊല എങ്ങോട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ സൈഡ് വേണ്ടത്. അതിന് പുറകിലുള്ള കന്ന് അഴുക കന്നായിരിക്കും. കന്നെന്ന് വെച്ചാൽ
കന്നിനെ വാഴ പിണ്ടിയെ താങ്ങി നിർത്തുന്ന കന്നായിരിക്കും. അത് ഉപകാരപ്പെടുന്നതല്ല. അല്ല, പച്ചക്കമ്പല്ലേ? മരിച്ചിന് ഇനം പച്ച, മറ്റേത് ഉള്ളിച്ചോല, ഇത് പച്ച. ഇത് 1 വർഷം എന്ന് വെച്ചാൽ 9 മാസം കഴിയണം ഈൾഡ് കിട്ടും. 9 മാസം കഴിഞ്ഞാൽ ഈൾഡ് കിട്ടുള്ളൂ. പക്ഷെ നല്ലവണ്ണം മഴ വന്നാലും പെട്ടെന്ന് അഴുകൽ കുറവാണ്, മറ്റേ താരതമ്യേന കുറവ്. പക്ഷെ മറ്റേത് നല്ലവണ്ണം മരിച്ചിന് പിടിക്കും, കഴിക്കാനും ഉള്ളിച്ചോല നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ അഴുകി നശിക്കാൻ ചാൻസ് കൂടുതൽ, ഇത് ചാൻസ് കുറവ് പച്ചക്കുന്നത്. ഇത് കൂടാതെ അപ്പുറത്ത് തൊട്ടടുത്ത് കപ്പവാഴ, ഒരു വയലിൽ കപ്പവാഴയും കുറച്ച് മീനും പോണ്ടിൽ. ഏതായാലും നമ്മൾ എല്ലാ വിളയിലും ഇറങ്ങുന്നില്ല. നമുക്ക് ഇതുവഴി നടന്ന് പോകുമ്പോൾ കാണുന്നതും കണ്ട് അടുത്ത വിളയിലും പോകുമ്പോൾ ഒരു മീൻകുളം ഉണ്ട്. ആ മീൻകുളത്തിലൊക്കെ ഒന്ന് പോയി ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ഒക്കെ വൃത്തിയായിട്ട് നേരം നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാം. അവിടെ ഒരു മീൻകുളമുണ്ട്, ചെറിയൊരു മീൻകുളം ഉണ്ടെന്നാണ് ഷൈജു പറയുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു കളയാം. ഷൈജു ഇത് പറഞ്ഞില്ല, ഷൈജു ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഞാൻ ട്രാൻസ്പോർട്ടിലാണ്, KSRTC പാറശാല ഡിപ്പോയിലെ മെക്കാനിക്കാണ്. മെക്കാനിക്ക് ജോലി കൂടാതെയാണ് ഈ കൃഷി പണി ചെയ്യുന്നത്. അപ്പം കൃഷിയോട് അത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാരമ്പര്യം മാത്രമല്ല, അതിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം, എനിക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡ് കൃഷിയാണ്. കൃഷി ഒരു നെൽകൃഷി ഉണ്ടായിരുന്നു. അതും ലേബർ കോസ്റ്റ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. ഇതും നല്ല കോസ്റ്റാണ് ചിലവ്. പിന്നെ ഏകദേശമുള്ള സ്ഥലത്തെല്ലാം JCB യന്ത്രവൽക്കരണം ഉപയോഗിച്ചുള്ള, അത് അല്ലാതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കണക്ക് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വേണമല്ലോ. ഇപ്പം കൃഷി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആവും. അല്ലെ, നെൽകൃഷിക്ക് എക്സ്പീരിയൻസ് കുഴപ്പമില്ല, അറിയാം. പക്ഷെ നെൽകൃഷി ചെയ്തിട്ട് ഈൽഡ് എടുക്കാൻ വേണ്ടി നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് കുളം. കന്നൊക്കെ വെച്ചിരിക്കുന്നല്ലോ അല്ലേ? ഇത് സൈഡിൽ വഴക്കുന്നു കപ്പ തന്നെ, കപ്പ വെച്ചതല്ലേ. ഈ കുളത്തിൽ ഗിഫ്റ്റ് സിലോപ്പിയ ഒരു 1500 കുഞ്ഞുങ്ങളുണ്ട് ഇട്ടിട്ടുണ്ട്. ഗ്രാസ് കാർപ്പറ്റ് എന്ന് വെച്ചാൽ പായലുള്ളതുകൊണ്ട് ഗ്രാസ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ പായൽ തിന്നു തുടങ്ങി. പിന്നെ ഒരു വർഷം പിടിക്കും. ഇത് 7 മാസം കൊണ്ട് ഇത് കിട്ടും. ഗിഫ്റ്റ് സിലോപ്പിയ പെട്ടെന്ന് ഇതാവും. അപ്പോൾ അടുത്ത മഴക്കാലം കഴിയുമ്പോഴേക്കും റെഡിയാവും. ഇതാണ് കപ്പവാഴ. കപ്പവാഴയും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതിൽ രോഗങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട് ഇവിടെ. എന്ത് കാര്യം എന്നറിയില്ല. കപ്പവാഴയ്ക്ക് അരിവാൾ രോഗമൊന്നുമില്ല. അതായത് ഇത് അരിവാൾ രോഗം വന്നതാണ്. കുരുന്ന് വന്നിട്ട് മടങ്ങി നിൽക്കുന്നില്ലേ, ഇത് അരിവാൾ പോലെ ആവുന്നു. ഇത് അരിവാൾ രോഗം എന്ന് പറയും. ഒരു കുമ്മായം ഇത് ഇടാൻ പറഞ്ഞു, കുമ്മായം ഇട്ടു. എന്നിട്ടും അത് മാറിയില്ല. കുറച്ച് വാഴകളിലുണ്ട്, എല്ലാ വാഴയിലും ഇല്ല, വളരെ കുറച്ച് വാഴകളിലുണ്ട്. ഇത് മുഴുവൻ കപ്പവാഴ മാത്രം. 200 മൂട് കപ്പവാഴ. അല്ല, ഷൈജ് പല വിധത്തിലുള്ള വാഴകളും കപ്പയും എല്ലാം ഉണ്ട്. മീൻ കൃഷി, അങ്ങനെ സമ്മിശ്ര കൃഷി രീതിയാണ് ഷൈജ് അനുവർത്തിച്ചിരിക്കുന്നത്. പിന്നെ ഷൈജുവിൻ്റെ ഒരു പ്രത്യേകിച്ച് വളരെ പോസിറ്റീവ് മൈൻഡായിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമുക്കൊരു തണലത്തേക്ക് അല്പം തരാം. ഇനി മുകളിലേതാ ഉള്ളത്? ഇനി മുകളിലുള്ള കപ്പവാഴ കരയിൽ നട്ടിരിക്കുന്നു, ഇപ്പം നട്ടത്. പിന്നെ കപ്പയുണ്ടല്ലേ, നമുക്ക് കപ്പയുണ്ടല്ലേ, കരയിൽ നട്ടിരിക്കുന്നു, പഴയ വീടിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഷൈജിനെ പോലുള്ളവരെ നേരിട്ട് കാണാൻ പരിചയപ്പെടാൻ പറ്റുന്നതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം അല്ലേ? മുകളിൽ പശു ഉള്ളതുകൊണ്ടാണ് ഈ പുല്ല്, അതിന് ചുറ്റും പുല്ല് നട്ടിട്ടുണ്ട്. ഇതല്ലേ CO3 ആണ്. CO3 ഇനിയും പൊങ്ങും. റെഡ് നേപ്പിയർ ഉണ്ട് അതിനകത്ത്. പിന്നെ റെഡ് നേപ്പിയർ ചുവന്നത് റെഡ് നേപ്പിയർ ആണ്. അതും കാൽസ്യം കണ്ടന്റ് കൂടുതലാണ്. പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ പാല് ഉൽപ്പാദനം കൂടും. പിന്നെ വേറെ അസുഖങ്ങളൊന്നുമല്ല. ഇവിടെയുള്ള ഇത് തന്നെയാണ് പശുവിന് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നല്ലാതെ വേറെ ചിലവില്ല. വേറെ ഇത് ഇത്രയും ഒരു 600 മൂട് കപ്പവാഴ നട്ടിട്ടുണ്ട്. ഇപ്പോൾ നട്ടതാണ്. കപ്പവാഴ നട്ടതേ ഉള്ളൂ, അതുകൊണ്ട് പൊങ്ങിയില്ല. ഇത് റോഡ് സൗകര്യം ഉള്ളതുകൊണ്ട് JCB കളയ്ക്കാം. അപ്പം അങ്ങനെ ഒരു സൗകര്യമുണ്ട്. നേരത്തെ വാഴയായിരുന്നു, നേരത്തെ ഏത്തനായിരുന്നു. ഏത്തം മാറ്റി അടുത്ത് JCB കളച്ച്. അപ്പോൾ നിങ്ങളുടെ വയലിൽ തന്നെ ഉള്ള
കന്ന് അതല്ല എടുക്കും. അല്ല, അതല്ല വേറെ കന്നാണ്. വേറെ കന്ന് എടുക്കും. അതെന്താ അങ്ങനെ നമ്മുടെ വാഴകളെ മാറ്റി അടുത്ത വിളവിടാൻ മണ്ണ് മാറി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരപ്പെടും. ഓ അങ്ങനെയാണ്. അതുകൊണ്ടാണ് മണ്ണ് മാറി മണ്ണ് മാറി ചെയ്യുന്നത്. വേറെ ഇതുമില്ല. മണ്ണ് മാറി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ള കന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു കന്നിന് നിശ്ചിത തൂക്കം വേണം. ഇവിടെയുള്ള കന്നുകൾ അത്ര തൂക്കം കാണത്തില്ല, അത്ര ഈൽഡ് കിട്ടില്ല. നമുക്ക് കൃഷി ചെയ്തിട്ട് നശിച്ചു നഷ്ടപ്പെട്ടു എന്ന് പറയുന്നേക്കാളും നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമാണ്. ഇല്ല കൃഷി ചെയ്യുന്നതെല്ലാം നഷ്ടപ്പെടുന്നു അല്ല ലാഭകരമല്ല, അത് വെറുതെ പറയുന്നത്. വെറുതെ എന്ന് വെച്ചാൽ നമ്മുടെ ഇത് മണ്ണിൽ എന്താണ് മണ്ണ് പരിശോധിക്കുക. ഒന്ന് പ്രധാനമായിട്ട് കൃഷി ഓഫീസിൻ്റെ ഇൻസ്ട്രക്ഷൻ അല്ല അവരെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കുക എന്ന് വെച്ചാൽ അവർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുഖത്തിലേക്ക് എടുക്കുക. നമുക്കറിയാമെന്നുള്ള ധാരണയേക്കാൾ മറ്റുള്ളവർ പറഞ്ഞു തന്ന അറിവിനെ അത് നമുക്ക് സൂട്ടബിൾ ആണോ എന്ന് നമ്മൾ നോക്കുക. നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമൊന്നും വരത്തില്ല. ഇൻഷുറൻസ് നിർബന്ധമായിട്ട് കർഷകർ ഇൻഷുറൻസ് ചെയ്യുക. ഒരു കുഴപ്പമില്ലാതെ കിട്ടും. ഇൻഷുറൻസ് ചെയ്യാതെ കാറ്റടിച്ച് ഒടിഞ്ഞു പോയി നമുക്ക് നഷ്ടമെന്ന് പറഞ്ഞ് വിലപിക്കുന്നേക്കാളും ഇൻഷുറൻസ് ചെയ്യുക. 3 രൂപ ആവുകയുള്ളൂ ഒരു വാഴയ്ക്ക്. കൃത്യമായിട്ട് സമയത്ത് ഇൻഷുറൻസ് ഇത് കിട്ടും, പൈസ കിട്ടും. അല്ലാതെ ഇൻഷുറൻസ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. ഒരു കർഷകൻ ഇൻഷുറൻസ് ചെയ്തിരിക്കണം. നമുക്ക് അവിടെ ഇൻഷുറൻസ് ചെയ്യും പോലെ ചെയ്യണം, നിർബന്ധമാണ്. പിന്നെ ഇപ്പം ഇത് കൂടാതെ നമുക്ക് പശുഫാം ഉണ്ടല്ലേ? പശുവിൻ്റെ ചാണകം നേരെ വിളയിലേക്ക് വരും, വിളയിലുള്ളത് നേരെ പശുവിന് തീറ്റായിട്ട് വരും. അങ്ങനെ തിരിച്ചും സൈക്ലിക് പരിപാടിയാണ്. അപ്പം വലിയ നഷ്ടം എന്നുള്ളതല്ല, വീട്ടുകാരെല്ലാവരും സഹായമാണ്. നമുക്കതൊരു സന്തോഷമാണ്. ഉള്ളതിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയത്തിനേക്കാളും നമുക്ക് കൃഷിയുടെ പുതിയ കാര്യങ്ങൾ അങ്ങറ്റം ചേന നട്ടിട്ടുണ്ട്. ആ സൈഡിൽ അത്രയും ചേന നട്ടിട്ടുണ്ട്. ചേന പൊടിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങറ്റം എന്നുവെച്ചാൽ അതിൻ്റെ സൈഡിൽ എന്നുവെച്ചാൽ ചോലയാണ്. അപ്പം കപ്പ വാഴയായാലും ഉണ്ടാകത്തില്ല, പുളി നിൽക്കുന്നു. അവിടെ ചേന ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പം എൻ്റെ ഇത് കിട്ടും. ഒരുമിച്ച് അത് കിട്ടുന്നതാണ്. എന്നുവെച്ചാൽ ഒരു നല്ല ചേനയാണ്, നല്ല ഇനം ചേനയാണ്. നമുക്ക് പശു ഉണ്ട് മുകളിലല്ലേ? പശു മണ്ണിര കമ്പോസ്റ്റിന് വെർമി കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെയൊക്കെ ഒന്ന് കാണാം. യുവതലമുറയോട് ഷൈജുന് എന്താണ് പറയാനുള്ളത്? ഈ കൃഷി മേഖലയിലേക്ക് വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലാഭകരമാണോ? ഈ കാറ്റും മറ്റ് രോഗാവസ്ഥയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന എന്തുമാത്രം നഷ്ടം വരും, അതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് യുവതലമുറയ്ക്ക് വേണ്ടി. യുവതലമുറയ്ക്കല്ല, എല്ലാവരും കൃഷിയിൽ എല്ലാവരും വരണം. അതിന് യുവക്കൾ വരാത്തത് വന്നെന്ന് വെച്ചാൽ കൃഷി ഒരു എന്താ പറയുക വ്യവസായമായിട്ട് കാണില്ല. കേരള സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കൃഷിയെ ഒരു വ്യവസായമായിട്ട് കാണണം. വ്യവസായമായിട്ട് കാണുമ്പോൾ അവനൊരു മാന്യമായൊരു ഇത് കൊടുക്കണം. അവന് പരിഗണന കൊടുക്കാതിരിക്കുമ്പോൾ അവന് അവകാശബോധം കൃഷിക്കാരെന്ന് പറയുന്നത് തന്നെ ഒരു കുറച്ചിൽ പോലെയാണ്. അത് മാറണം. അത് മാറിയാൽ മാത്രമേ നമ്മുടെ വീട്ടിലായിരുന്നാലും ഗവൺമെൻറ് എംപ്ലോയി, ഞാൻ ഒരു പൊതുവേദിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആരെയൊക്കെ മക്കളെ അല്ല കൃഷി ഓഫീസറിൻ്റെ മക്കളെ കൃഷിക്കാരനാക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നില്ല. ഉറച്ച് പറയുകയാണെങ്കിൽ ആഗ്രഹിക്കണം. അവരാഗ്രഹിച്ചാൽ മാത്രമേ അടുത്ത തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷി നിലനിൽക്കൂ. കൃഷി നിലനിന്നാൽ മാത്രമേ നമുക്കിപ്പം തന്നെ സിന്ദൂരം എന്നുള്ള പരിപാടി അതിർത്തി നടക്കുന്നു. സിന്ദൂരം എന്നുള്ള പരിപാടി നടക്കുമ്പോൾ അവർക്ക് ആഹാരം കഴിക്കണം. ആ പട്ടാളക്കാർ ആഹാരം കഴിക്കുന്ന സാധാരണ കർഷകർ ചെയ്യുന്നതാണ്. ആ കർഷകർക്ക് വില കൊടുക്കണം. ആ വില കൊടുത്താൽ മാത്രമേ ഈ സമൂഹം വളരുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കർഷകന് വില എന്ത് പരിപാടിക്കും കർഷകന് കൊടുക്കേണ്ട ഡിഗ്നിറ്റി കൊടുക്കണം. ഡിഗ്നിറ്റി കൊടുക്കാതെ മറ്റുള്ള എന്തുണ്ടെങ്കിലും കർഷകന് കൊടുക്കേണ്ട വില കൊടുത്തു കഴിഞ്ഞാൽ യുവതലമുറ കൃഷിയിൽ വരും. കൃഷിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന് അതിൻ്റെ പൈസ കിട്ടുമെന്ന് ഉറപ്പ് വേണം. ഇപ്പോൾ ഏത് ടെക്കി ആണെങ്കിലും ഏത് എഞ്ചിനീയർ ആണെങ്കിലും കഴിച്ചേ പറ്റും. അവൻ്റെ വില അവനെ ഓർക്കണം. അവനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു വാക്കിന് പ്രാധാന്യം എന്ന് വെച്ചാൽ നന്ദി, കർഷകനോടുള്ള നന്ദി അവൻ്റെ മനസ്സിൽ വേണം. കഴിക്കുന്ന ആഹാരം, തട്ടത്തിൽ വരുന്ന ആഹാരത്തിന് കയ്യിലെടുക്കുമ്പോൾ ഇത് കർഷകൻ ചെയ്തതാണ്, ഇത് പാടത്ത് ചെളിയിൽ ചേറിൽ നിന്ന് ചവിട്ടിയ ആളുണ്ടാക്കിയതാണെന്നുള്ള മനസ്സ് നമുക്ക് വേണം. നമ്മളുണ്ടാക്കിയതല്ല, നമ്മുടെ പൈസ കൊടുത്തു എന്ന് പറയുന്നേക്കാളും നമ്മൾ തറയിൽ ചവിട്ടി നിന്ന് മണ്ണ് ചവിട്ടി ചെളി ചവിട്ടി നിന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ് നമ്മൾ കയ്യിൽ ഉരുട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള ധാരണ കഴിക്കുന്ന ആൾക്ക് ഓരോരുത്തർക്കും വേണം. എങ്കിൽ കർഷകന് യുവതലമുറ വരുന്നതിൽ ഒരിക്കലും പരാജയപ്പെടില്ല. കൃഷി ഒരിക്കലും പരാജയപ്പെടുകയോ ചതിക്കുകയോ ചെയ്യില്ല. മനസ്സിന് സന്തോഷം കിട്ടും, ഒരു ആത്മധൈര്യം കിട്ടും. എല്ലാ കാര്യത്തിനും കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ജീവവായു തന്നെയാണ്. എന്നെ വെച്ചോളം കൃഷി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃഷി ഓഫീസിൽ നിന്നൊക്കെ നല്ല പ്രോത്സാഹനം. ഒരു കുഴപ്പമില്ല. അവരാ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവരാ കഴിയുന്നതാണ് അവർക്ക് ഈ കൃഷി ചെയ്യുന്നതിന് കൃഷിക്കാരനെ വിളിച്ച് ഇനി എന്താണ് വേണ്ടത്, ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ടെക്നിക്കൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കൃഷി കുറച്ചുകൂടി വിപുലീകരിക്കാൻ പറ്റും എന്നുള്ള ആശയം കർഷകരിൽ നിന്ന് എടുക്കണം. കർഷകനെ എടുത്താൽ മാത്രമേ, അല്ല അവർ മേശപ്പുറത്തിരുന്ന് എഴുതുന്ന ലെറ്ററിനെക്കാളും കർഷകൻ വരുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അതിനെ സംശീകരിച്ചെടുത്താൽ നല്ല രീതിയിലുള്ള കൃഷിപ്പാഠം കിട്ടും, കൃഷിയെക്കുറിച്ചുള്ള അറിവ് കിട്ടും.
പുതിയ നല്ല കൃഷിക്കാരെന്ന് വെച്ചാൽ നല്ല വിത്ത് കൊടുത്താൽ മാത്രമേ നല്ല വിളവ് കിട്ടുള്ളൂ. അല്ല വിളവ് കിട്ടണമെന്ന് ആഗ്രഹം നല്ല വിത്തായിരിക്കും കൊടുക്കണം. നല്ല വിത്ത് കൊടുക്കണം, നല്ല ഹൈ ഈൽഡ് കിട്ടുന്ന വിത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ അസുഖങ്ങൾ പെട്ടെന്ന് വരാത്ത രോഗപ്രതിരോധ ശക്തിയുള്ള വിത്തുകൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കർഷകർ എല്ലാവരും കൃഷിയിലേക്ക് വരും. കാർഷിക രാജ്യമാണ് ഇന്ത്യ. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നിടത്തോളം തന്നെ നമ്മൾ ഉയരുകയും ചെയ്യും. വേറെ ചെറിയാണോ? ചെറിയല്ല, ചെറിയ എന്താണ് കറക്റ്റ് പേരറിഞ്ഞൂടെങ്കിൽ എന്താ ചീരപ്പഴം എന്ന് പറയും. പുളിയുണ്ട്, മധുരമുണ്ട്, മാങ്ങയുടെ ടേസ്റ്റ്, അങ്ങനെ എല്ലാം സമ്മിശ്രമായൊരു ടേസ്റ്റ്. ഏതായാലും പേരറിഞ്ഞൂടൽ നല്ല ഫ്രൂട്ട്സ്. ഷൈജ് കുറച്ചധികം പറിച്ചു തന്നു. ഞാൻ എന്നാൽ ആർക്കും ബാധ്യതയാകാതെ വീഡിയോ എടുത്തെടുത്ത് പോകണമെന്ന് വിചാരിച്ചതാണ്. വലിയ ചാമ്പ, ആനച്ചാമ്പ. വീട്ടുകാരെ റംബുട്ടാനൊക്കെ ഉണ്ട്. ആന ചാമ്പ എന്ന് പറയുന്നത്, ആനച്ചാമ്പ. അത് ഒന്നിട്ടെണ്ണം കായ്ച്ചിട്ടുണ്ട്. പൂ വന്നിട്ടുണ്ട്. പിന്നെ വലുതും ആദ്യം കായ്ച്ചതുണ്ടല്ലേ? ആദ്യം കായ്ച്ചതിൻ്റെ ഉള്ളിലുണ്ട്. അത് തന്നെ, നേരാണ്. പേരെന്താണ്? അനുരൂപ്. കുഴപ്പമില്ല, അനുരൂപ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ LKG UKG ഇനി പഠിക്കണോ? UKG കഴിഞ്ഞിട്ടാണോ LKG കഴിഞ്ഞിട്ടാണോ UKG? അങ്ങനെ വല്ല അറിയാമോ? ആർക്കറിയാമല്ലേ? മോനെ 6th അല്ലേ? പേര് അനുഷസ്. അത് തന്നെ, അനുഷസ് നായർ. ഇപ്പം എന്നെപ്പോലെ തന്നെയാണ്. ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റവും പാലും ഒന്നും ഉണ്ടാകത്തില്ല. വയലിൽ നല്ല ചൂട്. അങ്ങനെ ഇവിടെ കയറി വെച്ച് വെള്ളം കുടിക്കാണ്ട് കയറി ഇരുന്നതാണ്. അപ്പോൾ നമുക്ക് ഷാജുവിൻ്റെ കുട്ടികളെ കിട്ടി. അപ്പോൾ എൻ്റെ പ്രായം കുട്ടികളുടെ പ്രായമൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടേ, 2 കുട്ടികളെ കടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ വന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോകണ്ടായിരുന്നോ സ്കൂളിൽ? അതെന്ത്? സ്കൂൾ അടച്ചാ? വെക്കേഷനാണോ? അപ്പോൾ ഇപ്പോൾ കളിയാണ്. ഉണ്ടോ? അത് എവിടെ? സ്കൂളിലാ അതോ ഇവിടെയാ? ഇവിടെയാണ് ഇതുള്ളത്. അമ്പലത്തിലാ? നിങ്ങളുടെ കോവിലാ? നിങ്ങൾ ഡാൻസ് കളിക്കുവാ? എത്ര ടീമായിട്ട് അതോ ഒറ്റയ്ക്കാ? നിങ്ങളൊരു ടീമായിട്ടാണ്? ടീമായിട്ട്. എത്ര പേരുണ്ട് കൂടെ കളിക്കാൻ? ഏതാ പാട്ട്? ഏതാണ് പാട്ട് മറന്നു പോയി. ഡാൻസ് അറിയാല്ലേ? അങ്ങനെയൊക്കെയാണ് ഡാൻസ് അല്ലേ? അപ്പോൾ ഇന്നാണോ ഡാൻസ്? ഇന്നാണോ? ഇന്നലെ ഉണ്ട്. ഇന്നലെ കോവിലിൽ പോയാ? ഏതാണ് നിങ്ങളുടെ കോവിലിൻ്റെ പേരെന്തുവാണ്? അയ്യപ്പൻ കോവിലാണോ? നാക്കല്ല, അങ്ങനെ ഇരുന്നോട്ടെ. അപ്പം അയ്യപ്പൻ കോവിലാണ് നിങ്ങളുടെ കോവിലിൻ്റെ പേര്? അയ്യപ്പൻ കോവിലാ? ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അല്ലേ? ഞങ്ങളുടെ കോവിലെന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രം, അമ്പലം എന്ന് പറയുന്നത്. അമ്പലം കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അമ്പലം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കോവിലാണെങ്കിൽ വടക്കൻ ജില്ലകളിലൊക്കെ അമ്പലം എന്ന് പറയും, ക്ഷേത്രമെന്നും പറയും. നമ്മൾ വടക്കുന്നാഥൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ അമ്പലമെന്നും ക്ഷേത്രമെന്നാണ് പറയുന്നത്, കോവിലെന്ന് പറയുന്നില്ല. വടക്കനാഥെന്ന് കേട്ടിട്ടുണ്ടല്ലേ? അപ്പം കൊല്ലം കഴിഞ്ഞാൽ കൊല്ലം തൊട്ട് വടക്കോട്ട് നിങ്ങളുടെ ഇവിടുത്തെ കൊല്ലംകോട് പോയിട്ടുണ്ടോ? കൊല്ലംകോട് പോയിട്ടുണ്ടോ? ഡാൻസ് എങ്ങനെ കളിക്കുന്നത്? ഇങ്ങനെയാ? രാത്രിയല്ല, വൈകിട്ട് പോയപ്പം അവിടെ ഒരു കുട്ടി ഡാൻസ് കളിച്ചു. അപ്പൊ അമ്മ ഡാൻസ് ആരാ ഡാൻസ് പഠിപ്പിച്ചത്? അമ്മയാണോ ടീച്ചറുണ്ടോ പ്രത്യേകം ഡാൻസ് പഠിപ്പിക്കാൻ? ആരാ ഡാൻസ് പഠിപ്പിച്ചത്? ടീച്ചറാ? അമ്മ ടീച്ചറാ? അമ്മ ടീച്ചർ. എല്ലാ ടീച്ചർമാരൊക്കെ അത് തന്നെ, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ പേരൊക്കെ അമ്മ എന്നാണ് അല്ലേ? അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഇന്ന് വൈകുന്നേരം മാമൻ വന്നാലേ ഡാൻസ് കാണിച്ചു തരുമോ? അതിങ്ങനെ കോവിൽ വന്നാലേ? എത്ര മണിക്കാണ് ഡാൻസ്?
ചോറ് കഴിച്ചിട്ട് ആ 2 മണിക്ക് 2 മണിക്കല്ലേ അപ്പം നിനക്ക് ഡാൻസ് ഉണ്ടാ അതാ കൊച്ചു കുട്ടികളുടെ കൂടെയാണ് നീ വലിയ ആളല്ലേ നീ വലിയ ആളോ വലിയ ഡാൻസ് ഉണ്ടാ നിനക്കുണ്ടാ ഡാൻസ് 2 ഡാൻസ് ഉണ്ട് 2 ഡാൻസ് എനിക്ക് ഒരു ഡാൻസ് നിങ്ങളുടെ ഡാൻസ് തന്നാലും ഞാൻ നിങ്ങളുടെ ഡാൻസ് കൂടെ വീഡിയോ ഇടും ഡാൻസ് കളിക്കുകയെന്നുണ്ടെങ്കിൽ കോവിലിൻ്റെ ഡാൻസ് ഇവിടെ കളിച്ച വീഡിയോ ഇടും നന്നായിട്ട് കളിക്കാൻ അറിയാമോ ഡാൻസ് അവിടെ വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ആണല്ലേ ശരി നമുക്ക് നോക്കാം കേട്ടാ ഈ സ്കൂട്ടർ എനിക്ക് തരുമോ മാമൻ്റെ സ്കൂട്ടർ കേട് ഈ സ്കൂട്ടർ മാമന് തരുമോ ഈ സ്കൂട്ടർ ഇത് ബൈക്കേ ഉള്ളു ഇത് ബൈക്കാണോ റെഡ് സ്കൂട്ടർ ഇരിക്കണം കണ്ട അടിപൊളി റെഡ് ലാംബട്രയാണ് ലാംബിയാണ് എല്ലമ്മല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ എന്തൊക്കെ ആ വണ്ടി ഓടും അല്ലേ ഇതാ ചേട്ടൻ്റെ വണ്ടിയാണോ ആര് വാങ്ങിച്ചു തന്നെ ഇത് അച്ഛൻ അങ്ങനെ അച്ഛൻ ഭയങ്കര പണക്കാരനാണല്ലേ ഇപ്പോഴേ വലിയ സ്കൂട്ടറൊക്കെ ലക്ഷം രൂപയാണ് ഒരു സ്കൂട്ടറിൻ്റെ വില അതറിയാമോ എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് മോക്ക് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഇത് കണ്ട ഉടുപ്പിലത് പേന ഇത് നിങ്ങളുടെ അടുത്തുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടായത് ഉണ്ടോ എന്താ ഇതിൻ്റെ പേരെന്തുവാ അപ്പുറത്തുണ്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് കഴിക്കുമോ നിങ്ങൾ ഞാൻ തരണോ എങ്ങനെയുണ്ട് ഒന്ന് ചേട്ടനെ കൊടുക്കും ഒന്ന് ഞാനും കൊടുക്കും അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് അല്ലേ അല്ല നമ്മൾ മൂന്ന് കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സീതപ്പഴം ഞാൻ കൊടുത്തു 3 പേർക്ക് ഇനി ഇവരുടെ വീട്ടിലുള്ള പഴമെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് പോകും വലിയ ചാമ്പ ഉണ്ടായാലും ഞാൻ കയറി പറിച്ചുകൊണ്ട് പോകും അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണമല്ലോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഞാൻ കൊണ്ട് തന്നേ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാം പറിക്കാനുള്ള ലൈസൻസ് എനിക്ക് തന്നേ പോകുമ്പോൾ പറിച്ചുകൊണ്ട് പോകുവേ സമ്മതിച്ചല്ല അച്ഛൻ വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പറിക്കണ്ടെന്നൊക്കെ പറയും ചില പറിച്ച് ഞാനപ്പോൾ പറയും നിങ്ങളുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചു എന്ന് പറയും മിശ്ര കൃഷിയാണ് ആൾ അതൊക്കെ അത്യാവശ്യം കത്തിരി ഐറ്റംസൊക്കെ ഉണ്ട് ഇത് വിളഞ്ഞ ഐറ്റംസൊക്കെ ഉണ്ട് അത് വീടിനോട് ചേർന്നുള്ള കൃഷി അടുക്കളത്തോട്ടമാണ് അടുക്കളത്തോട്ടത്തിലും അത്യാവശ്യം ബ്രിഞ്ചിലൊക്കെ ഉണ്ട് കണ്ട് പല വെറൈറ്റി ബ്രിഞ്ചിലുകളുണ്ട് പല ഷേപ്പിലുള്ള ഇവിടെ അപ്പോൾ അടുക്കളത്തോട്ടത്തിലും ആവശ്യത്തിന് കൃഷിയുണ്ട് ശരിക്കും മണ്ണിര കമ്പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് മണ്ണിര കമ്പോസ്റ്റിനുള്ള സംവിധാനവും ഉണ്ട് ഒരെണ്ണം നിറഞ്ഞ് രണ്ടാമത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നാണ് വയലിലേക്കുള്ള ഒരു വളങ്ങൾ സജ്ജീകരിക്കുന്നത് അതായത് ഓർഗാനിക്കായിട്ടുള്ള സിസ്റ്റമാറ്റിക്കാണ് ഷാജി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പശുവുണ്ട് പശുവിൻ്റെ വളം നേരെ വയലിലേക്ക് പശുവിൻ്റെ ചാണകം നേരെ വയലിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഇലയും പുല്ലും വൈക്കോലും എല്ലാമായിട്ട് നേരെ പശുവിന് അങ്ങനെ റീസൈക്ലിംഗ് പരിപാടിയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് പുറത്തേക്ക് വളം കൊടുക്കാൻ കാണുമല്ലോ നമ്മുടെ വയലിലേക്കുള്ള വളങ്ങൾ തന്നെയാണ് ഉള്ളത് പിന്നെ ജോലിയും ചെയ്യും ഇതും ചെയ്യും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇതാണ് കൃഷിയെക്കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഒക്കെ ഉള്ള ഒരാളാണ് നമ്മൾ ഇത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നില്ല അതൊക്കെ ഒരുപാട് നേരമാകും അപ്പോൾ ഏതായാലും ഷൈജുവിൻ്റെ വീട് കണ്ട് ഷൈജുവിൻ്റെ വയൽ കണ്ട് അപ്പം ഇനിയും നമുക്ക് ഷൈജുവിൻ്റെ അടുത്ത് വരണം അപ്പം അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇനി വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ തൽക്കാലം നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ നല്ലൊരു പേഴ്സണാണ് ഷൈജുവിനെ ഇനി നമുക്ക് ഷൈജുവായിട്ട് നോക്കാം അടുത്ത വർഷം വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യണം അപ്പം ഷൈജു പറയുന്നത് നന്നായിട്ട് ഇപ്പം എല്ലാ ഓണ സമയത്താണ് ഇപ്പോൾ ഇതിൻ്റെ
അതിന് വേണ്ടി ഈൽഡെടുക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല കൊല വരുന്ന സമയത്ത് വിളിക്കാൻ നമുക്ക് എല്ലാം എടുക്കാമെന്ന് പറയും. വലിയ ചേനയും ചേമ്പും എല്ലാം എടുക്കുന്ന സമയം നോക്കിയിട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കി നമുക്കിനി അടുത്ത വർഷം വീണ്ടും ഷൈജുനായിട്ട് നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ ശരി എല്ലാവരോടും. അപ്പോൾ ഷൈജുനെ പോലുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ കർഷകരെയൊക്കെ കാണും. അപ്പോൾ ഷൈജുവും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ ഞാനും തുടക്കത്തിൽ നമ്മൾ അവിടെ റോഡ് വെച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് ഷൈജു ഇവിടെ പറഞ്ഞത്. ഇപ്പം ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. നമുക്ക് കർഷകരെ നമുക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ കൊടുക്കണം. എങ്കിൽ മാത്രമേ കർഷകർക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപന്തിൽ തന്നെ അവരെ നിർത്തിയാൽ മാത്രമേ കൃഷിക്കാരന് കൃഷി ചെയ്യാനും കുറച്ചുകൂടെ പ്രോത്സാഹനവും ഉത്സാഹവും ഒക്കെ വരത്തുള്ളൂ. അടുത്ത തലമുറയിലേക്ക് ഇവരുടെ കൃഷി രീതികളൊക്കെ കണ്ടിട്ടാണ് അടുത്ത തലമുറയും വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിലും പാരമ്പര്യമായിട്ടുള്ളവരെങ്കിലും അത് പിന്തുടർന്ന് അവരുടെ മക്കളും ഒക്കെ പിന്തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവരെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ തന്നെ നിർത്തിയാൽ മാത്രമേ അവർക്ക് ഇതൊക്കെ ചെയ്ത് നമ്മളെപ്പോലുള്ള ബാക്കിയുള്ള ടെക്കി പോലുള്ള എല്ലാ ഡോക്ടേഴ്സും എൻജിനീയറും ടെക്നിക്കൽ ജോലി ചെയ്യുന്നവരും അവർക്ക് ഏതായാലും കൃഷിയിലൊക്കെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ അവരൊക്കെ ഈ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ജസ്റ്റ് നമ്മൾ അവരെയൊക്കെ സ്മരിക്കണം. ഇതേപോലുള്ള നല്ല നല്ല കർഷകർ ഓർഗാനിക്കായിട്ടുള്ള ഇതുകൊണ്ടൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ നമ്മളൊന്ന് ഓർക്കുകയെങ്കിലും ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ആപത്തും കഷ്ടമൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.